ഇരുണ്ട രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ ക്ഷീരപഥത്തിന്റെ തിളക്കമുള്ള വര നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എവിടേക്കാണ് നോക്കേണ്ടത് എന്നറിയാമെങ്കിൽ ആൻഡ്രോമേഡയുടെ മങ്ങിയ തെളിച്ചം പോലും കാണാം. പക്ഷേ അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ആരും സംസാരിക്കാത്ത ഒരു ശാന്തനായ അയൽക്കാരൻ. ഇത് ചെറുതും മൃദുവും വളരെ പ്രശസ്തമല്ലാത്തതുമാണ്. എന്നിരുന്നാലും ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും വലിയ അനുമാനങ്ങളിൽ ഒന്നിനെ വെല്ലുവിളിക്കുന്ന എന്തോ ഒന്ന് അത് മറയ്ക്കുന്നു. നഗര വെളിച്ചങ്ങളുടെ സ്പർശനമില്ലാതെ നിങ്ങൾക്ക് ആകാശത്തിന്റെ കീഴിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ നിങ്ങൾക്കതിനെ കാണുവാൻ സാധിക്കും. ഒരു വൃത്തിയുള്ള ത്രികോണം രൂപപ്പെടുത്തുന്ന 3 നക്ഷത്രങ്ങളുടെ അരികിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ മൂടൽമഞ്ഞ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കതിനെ ഒരു വിദൂര മേഘമായി തെറ്റിദ്ധരിക്കും. പക്ഷേ അതൊരു മേഘമല്ല. ഇത് കോടാനുകോടി സൂര്യന്മാരുടെ സംയോജിത പ്രകാശമാണ്. ഓരോന്നും 2.7 ദശലക്ഷം പ്രകാശവർഷത്തിലും അധികം അകലെ അതിമനോഹരമായി സർപ്പിളമായി കറങ്ങുന്നു. ട്രയാങ്കുലം ഗാലക്സി അല്ലെങ്കിൽ M33 ക്ഷീരപഥത്തിന്റെ ഏറ്റവും ചെറിയ കസിനായി ഇതിനെ കരുതാം. ഏകദേശം പകുതി വ്യാസമുള്ള അതിന്റെ 10-1 നക്ഷത്രങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി. എന്നാൽ നമ്മുടെ പ്രാദേശിക ഗ്രൂപ്പിലെ 50-ലധികം ഗാലക്സികളുടെ കൂട്ടത്തിൽ ഇതിനെ വേറിട്ട് നിർത്തുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് ട്രയാങ്കുലം ഗാലക്സിയെ വ്യക്തമായി തന്നെ കാണുവാൻ കഴിയും. അതിന്റെ ഘടന ഒരു ഭൂപടത്തെ പോലെ പരന്നു കിടക്കുന്നു. കാഴ്ചയെ തടയുന്ന കട്ടിയുള്ള പൊടിപടലങ്ങളില്ല. അക്രമാസക്തമായ കൂട്ടിയിടികളിൽ നിന്നും വളഞ്ഞ കാമ്പില്ല. നക്ഷത്ര രൂപീകരണം പൂർണ്ണമായും നടക്കുന്ന വൃത്തിയുള്ളതും സങ്കീർണവുമായ ഒരു ഗാലക്സിയാണിത്. പലതരത്തിൽ ഗാലക്സികൾ എങ്ങനെ വളരുന്നു, മാറുന്നു, അയൽക്കാരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നിവ പഠിക്കുന്നതിനുള്ള ആത്യന്തിക ലബോറട്ടറിയാണിത്. എന്നാൽ നമ്മളതിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. നമ്മുടെ ക്ഷീരപഥം ഉൾപ്പെടെയുള്ള മിക്ക സർപ്പിള ഗാലക്സികൾക്കും അവയുടെ കേന്ദ്രത്തിൽ ഒരു ഭീമാകാരമായ തമോഗർത്തമുണ്ട്. ചലനത്തെ രൂപപ്പെടുത്തുന്ന ഗുരുത്വാകർഷണത്തിന്റെ ഒരു നങ്കൂരം. M33 ഈ പാറ്റേണിനെ ആകെ തകർക്കുന്നു. നടുവിൽ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഇല്ല. പകരം അതിന്റെ കാമ്പ് ഊർജ്ജസ്വലമായ വാതകത്തിന്റെ മേഘങ്ങളാൽ തിളങ്ങുന്നു. അത്യാവശ്യമെന്ന് നമ്മൾ കരുതുന്ന ഈ ഹെവി വെയ്റ്റ് എഞ്ചിൻ ഇല്ലാത്ത ഒരു തിളക്കമുള്ള ഹൃദയമാണ് ഇതിനുള്ളത്. സ്വന്തം നിയമങ്ങൾ പാലിക്കുന്ന, എന്നാൽ മറ്റാരുടെയും അച്ചിൽ യോജിക്കാൻ വിസമ്മതിക്കുന്ന ഗാലക്സികളുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അറിയാമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യുവാൻ ധൈര്യപ്പെടുന്ന ഒരയൽക്കാരൻ. ട്രയാങ്കുലം ഗാലക്സിക്ക് അതിൻ്റെ പേര് ലഭിച്ചത് ഒരു ലാബിലിരുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ നിന്നായിരുന്നില്ല. മറിച്ച് വടക്കനാകാശത്തിലെ ട്രയാങ്കുലം എന്ന ചെറിയ നക്ഷത്ര സമൂഹത്തിന് സമീപം അത് നിശബ്ദമായി തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ആയതിനാലാണ്. 3 നക്ഷത്രങ്ങൾ ഒരു തികഞ്ഞ ജ്യാമിതീയ രൂപം ഉണ്ടാക്കുന്നു. നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാവാത്ത വിധത്തിൽ ഒരു മങ്ങിയ പ്രകാശ ചുഴലിക്കാറ്റായി കിടക്കുന്നു. മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗവും ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ഗ്രഹങ്ങളെ ട്രാക്ക് ചെയ്യുകയും നക്ഷത്ര രാശികളെ മാപ്പ് ചെയ്യുകയും ചെയ്ത പുരാതന നക്ഷത്ര നിരീക്ഷകർ ഒരിക്കലും അതിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുമില്ല. അത് ആ പ്രദേശത്തുണ്ട് എന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത തരത്തിൽ ഇരുണ്ട ആകാശം മാത്രമേ അവർ കണ്ടുള്ളൂ. ദൂരദർശിനികളുടെ കണ്ടുപിടുത്തം വരെ അങ്ങനെയായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഗിയോവാനി ബാറ്റിസ്റ്റ ഹോഡിയേര ത്രികോണത്തിന് സമീപം പൊങ്ങിക്കിടക്കുന്ന ഒരു മേഘസമാനമായ വസ്തുവിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതി. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിനെ ഇപ്പോൾ അറിയപ്പെടുന്ന തൻ്റെ കാറ്റലോഗിൽ 33-ാം നമ്പർ ഒബ്ജക്റ്റായി അതിനെ ചേർക്കുകയും മറ്റൊരു സർപ്പിള സൗന്ദര്യമുള്ളതിന് തൊട്ടടുത്തായി വയ്ക്കുകയും ചെയ്തു. അന്ന് ആ സർപ്പിള നെബുലകൾ ക്ഷീരപഥത്തിനപ്പുറത്തുള്ള മുഴുവൻ ഗാലക്സികളാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവയെ മനസ്സിലാക്കാൻ തുടങ്ങിയ 1920-കളിലാണ് M33 യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞത്. 60,000 പ്രകാശവർഷം വ്യാസമുള്ള ഒരു പൂർണ്ണമായ ഗാലക്സി. ഏകദേശം 40 ബില്യൺ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഗാലക്സി മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇത് മിതമാണ്. പക്ഷേ വലിപ്പം മുഴുവൻ കഥയും പറയുന്നില്ല. M33 എത്ര പ്രാകൃതമാണ് എന്നതാണ് അതിനെ ആകർഷകരമാക്കുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കട്ടിയുള്ള പൊടിയുടെ പിന്നിൽ മറയ്ക്കാതെ അതിൻ്റെ സർപ്പിള കൈകൾ വെളിപ്പെടുത്തുവാൻ ഏകദേശം 54 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ചില കസിൻസിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് ഒരു കേന്ദ്ര ബാർ ഘടനയില്ല. ഇതിൻ്റെ സർപ്പിള കൈകൾ കാമ്പിൽ നിന്നും നേരിട്ട് വിടരുന്നു. അയഞ്ഞതും മനോഹരവുമായ ശാഖകളായി, ചെറിയ കൈകളായി ഒരു കുളത്തിലെ അലകൾ പോലെ അത് പുറത്തേക്ക് വീശുന്നു.
ഇത് M33ക്ക് ദൃഢമായ മുറിച്ച കൈകളുള്ള ഗാലക്സികളെക്കാൾ മൃദുവും തുറന്നതുമായ രൂപം നൽകുന്നു. എല്ലാ വിശദാംശങ്ങളും സ്വതന്ത്രമായി പഠിക്കുവാൻ കഴിയുന്നതിനാൽ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ ആ ഒരു പൂർണ്ണമായ എക്സ്പ്ലോഷർ പിന്തുടരുവാൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആകൃതിയാണിത്. കൂടാതെ M33യുടെ കൈകൾ ശൂന്യമല്ല. നക്ഷത്രങ്ങൾ അമ്പരപ്പിക്കുന്ന വേഗതയിൽ ജനിക്കുന്ന പ്രദേശങ്ങളാൽ അവ നിറഞ്ഞിരിക്കുന്നു. വിചിത്രമായി അതിൻ്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ വ്യത്യസ്തമായി പെരുമാറുന്നു. തെക്കൻ വശം ചൂടുള്ള നീല നക്ഷത്രങ്ങളാൽ തിളങ്ങുന്നു. നാടകീയമായ സ്ഫോടനങ്ങളിൽ കത്തുന്നതിന് മുൻപ് ഉഗ്രമായി തിളങ്ങുന്ന യുവ ഹ്രസ്വകാല ഭീമന്മാർ. നേരെ മറിച്ച് വടക്കൻ വശം എമിഷൻ നെബുലകളാൽ നിറഞ്ഞ അയണൈസ്ഡ് വാതകങ്ങളുടെ കൂറ്റൻ മേഘങ്ങളുടെ പ്രകാശത്താലാണ് തിളങ്ങുന്നത്. അവിടെ തീവ്രമായ അൾട്രാവയലറ്റ് വികിരണം ഹൈഡ്രജൻ ആറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകളെ നീക്കം ചെയ്യുന്നു. ഈ വിഭജന വ്യക്തിത്വം വെറും മനോഹരം മാത്രമല്ല, ഗാലക്സിയുടെ മുൻകാല ഇടപെടലുകളെക്കുറിച്ചുള്ള വലിയ സൂചന നൽകുന്നതാണ്. ഒരുപക്ഷെ ഇവ സമീപത്തുള്ള ആൻഡ്രോമഡയിൽ നിന്നുള്ള ഗുരുത്വാകർഷണ നെഡ്ജുകളാൽ രൂപപ്പെട്ടതായിരിക്കാം. ജ്യോതിശാസ്ത്രജ്ഞർ M33ക്ക് ചുറ്റും 2 ചെറിയ സഹതാരകങ്ങളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അവ പോലും സംശയാസ്പദമാണ്. മിക്ക വലിയ ഗാലക്സികളും ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവയുടെ ആകൃതികൾ അവയുടെ മാതാപിതാക്കളുടെ ഗുരുത്വാകർഷണത്താൽ വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് M33 താരതമ്യേന തടസ്സമില്ലാത്ത ജീവിതം നയിക്കുന്നതായി തോന്നുന്നു. ബാഹ്യ ഇടപെടലുകളുടെ ആ അഭാവം, അതിൻ്റെ സർപ്പിള ഭുജങ്ങൾ എത്ര വൃത്തിയായി നിലനിൽക്കുന്നതും സമീപകാല കൂട്ടിയിടികളുടെ കുഴപ്പങ്ങളില്ലാത്തതിനാൽ നക്ഷത്ര രൂപീകരണത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു മികച്ച ഉദാഹരണമാക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കും. എന്നിരുന്നാലും ഈ ശാന്തമായ ബാഹ്യഭാഗം ഉണ്ടായിരുന്നിട്ടും M33 ഒരു സ്ഥിരതയുള്ളതല്ല. വാതകം ഗാലക്സിയിലേക്ക് ഒഴുകുന്നത് തുടരുന്നു. അതിൻ്റെ നക്ഷത്ര ഫാക്ടറികളിൽ ഇന്ധനം നൽകുന്നു. യുവനക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ ജീവൻ പ്രാപിക്കുന്നു. ചുറ്റുമുള്ള വാതക മേഘങ്ങളിൽ ദ്വാരങ്ങൾ കൊത്തിയെടുക്കുന്ന നക്ഷത്രക്കാറ്റുകൾ അയക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയും 2.7 ദശലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് സംഭവിക്കുന്നത് എന്നും മനുഷ്യപരിണാമത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആദ്യമായി ഭൂമിയിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രകാശം ആ നക്ഷത്രങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ബന്ധം അനുഭവപ്പെടാതിരിക്കാൻ പ്രയാസമാണ്. ഒരു കുടുംബ ആൽബത്തിലേക്ക് നോക്കുന്നത് പോലെ തന്നെയാണിത്. ആ ചിത്രങ്ങൾ മാത്രം ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. M33യെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്തോറും അതൊരു വിരോധാഭാസമായി തോന്നുന്നു. ചെറുതാണെങ്കിലും പ്രാധാന്യമുള്ളതാണ്. ശാന്തമാണെങ്കിലും ഊർജ്ജസ്വലമായതാണ്. വിശദമായി പഠിക്കുവാൻ പര്യാപ്തവുമാണ്. എന്നിട്ടും അതിൻ്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്ന രഹസ്യങ്ങളാണ്. ഈ ചെറിയ ഗാലക്സിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാലക്സികളിൽ ഒന്നാക്കി മാറ്റുന്നതും ആ രഹസ്യങ്ങൾ തന്നെയാണ്. M33യുടെ മനോഹരമായ സർപ്പിള ഭുജങ്ങളാണ് വേദിയെങ്കിൽ അതിൻ്റെ നക്ഷത്ര രൂപീകരണ മേഖലയിൽ വെടിക്കെട്ടാണ് നടക്കുന്നത്. NGC 604 പോലെ മറ്റൊന്നും ശ്രദ്ധ പിടിച്ചു പറ്റുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഗാലക്സിയുടെ വടക്കൻ ഭുജത്തിൽ ഉൾച്ചേർന്ന ഒരു തിളക്കമുള്ള പാച്ച് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. പക്ഷേ അത് ഗ്രാൻഡ് കനോണിൻ്റെ ഒരു കിടങ്ങ് എന്ന് വിളിക്കുന്നത് പോലെയാണ്. വാസ്തവത്തിൽ 1500 പ്രകാശവർഷത്തിലും അധികം വ്യാസമുള്ളതാണിത്. നമ്മുടെ ആകാശത്ത് ഓറിയോൺ ഇരിക്കുന്നിടത്ത് ഇതിരിക്കുകയാണെങ്കിൽ രാത്രിയിൽ ചന്ദ്രനൊഴികെ മറ്റെല്ലാ വസ്തുക്കളെയും ഇത് മറികടക്കും. മുകളിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ തിളക്കമുള്ളതും വിശാലവുമായൊരു പ്രകാശം കാണുന്നത് സങ്കല്പിക്കുക. സ്ഥലത്ത് മരവിച്ച ഒരു രണ്ടാമത്തെ സൂര്യോദയമായി തന്നെ നമുക്കിതിനെ തെറ്റിദ്ധരിക്കാം. ഈ നക്ഷത്ര നഴ്സറിക്കുള്ളിൽ 200-ലും അധികം ഭീമൻ നീല നക്ഷത്രങ്ങളും വൂൾഫ് റായറ്റ് നക്ഷത്രങ്ങളും അവയുടെ ചുറ്റുമുള്ള ഹൈഡ്രജൻ വാതകത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ വേർപെടുത്തുവാൻ തക്ക ശക്തിയുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത് മുഴുവൻ മേഘത്തെയും തിളക്കുന്ന പ്ലാസ്മയാക്കി മാറ്റുന്നു. വൂൾഫ് റായറ്റ് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലെ ശിലാനക്ഷത്രങ്ങൾ പോലെയാണ്. 30,000 കെൽവിനിൽ കൂടുതൽ കത്തുന്നു. തീവ്രമായ നക്ഷത്രക്കാറ്റുകളിലൂടെ അതിൻ്റെ മാസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വേഗത്തിൽ ജീവിക്കുന്നു. അതിശയകരമായ സൂപ്പർനോവയിൽ അത് അവസാനിച്ചു പോകുന്നു. ഇവ പുറത്തുവിടുന്ന ഊർജം നെബുലകളിലെ അറകളെ കൊത്തിയെടുക്കുകയും ലക്ഷക്കണക്കിന് ഡിഗ്രി ചൂടുള്ള പ്ലാസ്മയുടെ വിശാലമായ കുമിളകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതൊരു അക്രമാസക്തമായ സൗന്ദര്യമാണ്. പ്രപഞ്ചം ഒരു കലാകാരനും എഞ്ചിനീയറുമാണ് എന്ന് നമ്മെ ഇത് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ NGC 604 ഒരു ഹൈലൈറ്റ് മാത്രമാണ്.
M33 ഉടനീളം 500-ൽ അധികം ഇൻഫ്രാറെഡ് ശോഭയുള്ള സ്രോതസ്സുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ മിക്കതും ഭീമൻ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന മേഖലകളാണ്. അവയിൽ ചിലത് പുതിയ തലമുറകൾ കടന്നുവരുന്ന കോസ്മിക് പ്രാന്തപ്രദേശങ്ങൾ പോലെ ഗാലക്സിയുടെ അരികുകളിലേക്ക് കിടക്കുന്നു. മറ്റുള്ളവ കാമ്പിനടുത്ത് കൂട്ടമായി നിലകൊള്ളുന്നു. M33 മധ്യഭാഗത്തേക്ക് സൂം ചെയ്യുമ്പോൾ മറ്റെല്ലാ വലിയ സർപ്പിള ഗാലക്സികൾക്കും ഉള്ള പോലെ തന്നെ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ കാണാൻ സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം വിചിത്രമാകാൻ തുടങ്ങുന്നത് അവിടെയാണ്. ക്ഷീരപഥത്തിൽ ആ കേന്ദ്രത്തിന് എഞ്ചിന് 5 ദശലക്ഷത്തിലും അധികം സൂര്യന്മാരുടെ ഭാരമുണ്ട്. ആൻഡ്രോമിഡയിൽ അതിന് 100 ദശലക്ഷത്തിനടുത്ത് ഭാരമുണ്ട്. ഈ കോസ്മിക് ആങ്കറുകൾ നക്ഷത്രങ്ങളെ ഭ്രമണപഥത്തെ തന്നെ രൂപപ്പെടുത്തുന്നു, വാതക പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്നു, കൂടാതെ പുതിയ നക്ഷത്രങ്ങൾ എത്ര തവണ ജനിക്കുന്നു എന്നതിനെ പോലും സ്വാധീനിക്കുന്നു. എന്നാൽ M33 അധികാരത്തിന്റെ ഈ ഇരിപ്പിടം ശൂന്യമാണ്. ഒരുപാട് നക്ഷത്രങ്ങൾ നിറഞ്ഞ ഇടതൂർന്ന ഈ മധ്യഭാഗത്ത് ഗുരുത്വാകർഷണ ഭീമന് പകരം M33 കാമ്പ് മറ്റൊരു നക്ഷത്ര രൂപീകരണ മേഖലയായിട്ടാണ് തിളങ്ങുന്നത്. യുവ നക്ഷത്രങ്ങളും ജ്യോതിശാസ്ത്രജ്ഞന്മാർ അൾട്രാ ലൂമിനസ് എക്സ്റേ സ്രോതസ് എന്ന് വിളിക്കുന്നതുമായ അയണൈസ്ഡ് വാതകത്തിന്റെ മേഘങ്ങളാണ്. ആ എക്സ്റേ സ്രോതസ് ഒരു ഇടത്തരം വലിപ്പമുള്ള തമോഗർത്തമായിരിക്കാം. പക്ഷെ അങ്ങനെയെങ്കിൽ ഗാലക്സി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അത് വളരെ വളരെ ചെറുതാണ്. ഒരുപക്ഷെ പരമാവധി ആയിരക്കണക്കിന് സൗരപിണ്ഡങ്ങൾ മാത്രം. ഒരു വലിയ നക്ഷത്ര സമൂഹത്തിൽ സമാനമായ എന്തെങ്കിലും കണ്ടെത്തുവാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ചെറുതാണ്. ഒരു മുഴുവൻ ഗാലക്സിയുടെയും കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല. ഈ അഭാവം എന്നത് വെറുമൊരു കൗതുകമല്ല, അതിനേക്കാളും കൂടുതലാണ്. ഇതൊരു പ്രഹേളികയാണ്. ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഇല്ലാതെ ഒരു ഗാലക്സിക്ക് വളരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും കഴിയും എന്ന് M33 തെളിയിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഉപകരണങ്ങൾക്ക് ഇതുവരെ അത് കണ്ടെത്തുവാൻ കഴിയാത്ത അത്ര ചെറുതും നിശബ്ദവുമായ ഒന്നാണ് എന്ന് മറിച്ചു വെക്കുകയാണോ? ഏതുത്തരമാണ് ജ്യോതിശാസ്ത്രജ്ഞരെ ഗാലക്സി പരിണാമത്തെക്കുറിച്ച് നമ്മൾ എഴുതിയ നിയമങ്ങളെക്കുറിച്ച് പുനർചിന്തനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്? തുടർന്ന് M33 പുറം പ്രദേശങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു അത്ഭുതമുണ്ട്. ഒരു എക്സ്റേ ബീക്കൺ. ഒരു തമോഗർത്തം അതിൻ്റെ സഹനക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ 3.5 ദിവസത്തിലും സ്പന്ദിക്കുന്ന ഒരു എക്സ്റേ ബീക്കൺ. ഇത് വെറുമൊരു തമോഗർത്തമല്ല, അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയത് ഇതാണ്. സൂര്യന്റെ മാസിന്റെ ഏകദേശം 16 മടങ്ങ് ഭാരമുള്ള ഒരു നക്ഷത്രത്തിന്റെ തകർച്ചയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത്. ഇതിന്റെ കൂട്ടാളിയും നിസാരക്കാരനല്ല. സൂര്യന്റെ മാസിന്റെ 70 മടങ്ങ് മാസുള്ള ഒരു നീല ഭീമൻ മാരകമായ ഒരു പരിക്രമണ നൃത്തത്തിൽ കൂട്ടിയിരിക്കുന്നു. തമോഗർത്തം കടന്നു പോകുമ്പോഴെല്ലാം അതതിന്റെ പങ്കാളിയുടെ ദ്രവ്യത്തിന്റെ ഒരു ഭാഗം വലിച്ചെടുക്കുന്നു. അതിനെ ദശലക്ഷക്കണക്കിന് ഡിഗ്രി വരെ ചൂടാക്കുകയും ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങളിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ശക്തമായ എക്സ്റേ വികിരണങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരുമിച്ച് ചേർത്താൽ NGC 604 ടൈറ്റാനിക് ശക്തി, 100 കണക്കിന് മറഞ്ഞിരിക്കുന്ന നക്ഷത്ര നഴ്സറികൾ, ഭ്രാന്തപ്രദേശങ്ങളിലെ റെക്കോർഡ് സൃഷ്ടിക്കുന്ന തമോഗർത്തം, മധ്യഭാഗത്ത് ഒരു ഹെവി വെയ്റ്റിന്റെ അമ്പരപ്പിക്കുന്ന അഭാവം. ഇതാണ് ഈ ഗാലക്സി. ഈ ട്രയാങ്കുലം ഗാലക്സിയുടെ യഥാർത്ഥ അർത്ഥങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു നിയമം ലംഘിക്കുന്നത്, സാർവത്രികമെന്ന് നമ്മൾ കരുതുന്ന പാറ്റേണുകളുമായി പൊരുത്തപ്പെടാൻ വിസമ്മതിക്കുന്നത്, ഏതൊരു വലിയ നിഗൂഢതയെയും പോലെ തന്നെ നമ്മൾ ഇത് കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കുന്തോറും പ്രപഞ്ചം നമുക്ക് എളുപ്പമുള്ള ഉത്തരങ്ങൾ നൽകേണ്ടതില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരക്കേറിയ ഒരു അയൽപക്കക്കാരൻ്റെ ഭാഗം മാത്രമാണ്, പ്രാദേശിക ഗ്രൂപ്പ്. അതിൻ്റെ വിധി നമ്മുടെ എല്ലാ കൂട്ടാളികളുടെയും ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടാളിയിലേക്ക് 7,50,000 പ്രകാശവർഷങ്ങൾ മാത്രമാണ് അകലമുള്ളത്. മനുഷ്യ നിലവാരം വെച്ച് നോക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന ദൂരമാണെങ്കിലും പ്രപഞ്ചത്തിൽ ഇത് വെറും നടത്തം മാത്രമാണ്. 2 ഗാലക്സികൾക്കിടയിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഹൈഡ്രജൻ വാതകത്തിൻ്റെ ഒരു മങ്ങിയ പാലം തന്നെ കണ്ടെത്തി. അവയുടെ വിധികളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രേത നൂല് പോലെ. കഴിഞ്ഞ ഏതാനും ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ അവ പരസ്പരം കടന്നുപോയിട്ടുണ്ടാകാമെന്നാണ് ഈ പാലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സൗമ്യമായ കൂടിക്കാഴ്ച ഇന്ന് M33 നാം കാണുന്ന നക്ഷത്ര രൂപീകരണ പ്രവർത്തനങ്ങളിൽ ചിലതിനെ ഉണർത്തിയേക്കാം. പക്ഷേ അതൊരു ആമുഖം മാത്രമായിരുന്നു.
യഥാർത്ഥ നാടകം ഇപ്പോഴും മുന്നിലാണ്. M33യുടെ ചലനത്തിന്റെ അളവുകൾ കാണിക്കുന്നത് അത് ഏകദേശം 24 km/s നമ്മിലേക്ക് നീങ്ങുന്നു എന്നതാണ്. ഭൂമിയിലേക്കുള്ള ഒരു നേർരേഖയല്ല, മറിച്ച് ക്ഷീരപഥം, ആൻഡ്രോമിഡ, ഡസൻ കണക്കിന് ചെറിയ ഗാലക്സികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗുരുത്വാകർഷണ വലയുടെ ഭാഗമാണ്. പ്രധാന സംഭവം നമുക്കറിയാം. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ആൻഡ്രോമിഡയും മിൽക്കി വേയും നേരിട്ട് കൂട്ടിയിടിക്കും. അവയുടെ മനോഹരമായ സർപ്പിളങ്ങൾ കീറി ഒരൊറ്റ ഭീമൻ ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സിയായി പുനർരൂപീകരിക്കപ്പെടും. ഈ മഹത്തായ ഇടിയിൽ M33 എവിടെയാണ് യോജിക്കുന്നത്? അവിടെയാണ് ഊഹാപോഹങ്ങൾ ആവേശകരമാകുന്നത്. ഒരു സാഹചര്യത്തിൽ പറയുന്നത് വലിയ കൂട്ടിയിടിക്ക് മുമ്പ് M33 ആൻഡ്രോമിഡയിലേക്ക് വീഴുമെന്നും അതിൻ്റെ വലിയ അയൽക്കാരുടെ ഗുരുത്വാകർഷണത്താൽ വേർപെടുകയും ചെയ്തേക്കാം എന്നുമാണ്. അതിലെ നക്ഷത്രങ്ങൾ ആൻഡ്രോമിഡയുടെ പ്രകാശവലയത്തിൽ ചിതറിക്കിടക്കുന്നു. അവയുടെ പ്രകാശം കോടിക്കണക്കിന് മറ്റുള്ളവയുമായി കൂടിച്ചേരുന്നു. യഥാർത്ഥത്തിൽ സർപ്പിളത്തിൻ്റെ ഒരു സൂചനയും അവശേഷിക്കാതെ. മറ്റൊരു സാധ്യത, അത് പ്രാരംഭ കൂട്ടിയിടിയെ അതിജീവിച്ച് ഒരു ഗ്രഹത്തിന് ചുറ്റുമുള്ള ക്ഷീണിച്ച ചന്ദ്രനെ പോലെ പുതിയതായി ലയിച്ച ഗാലക്സിയുടെ ഭ്രമണപഥത്തിലേക്ക് വഴുതി വീഴും എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് 10,000 വർഷങ്ങളോളം ജീവിക്കാം. പതുക്കെ നക്ഷത്രങ്ങളെയും വാതകങ്ങളെയും അതിൻ്റെ ഭീമൻ ഹോസ്റ്റിന് നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ അവിശ്വസനീയമായ വിധം വളരെ കാലം തിരിച്ചറിയുവാൻ കഴിയും. പിന്നെ വൈൽഡ് കാർഡ്, ഒരു ഗുരുത്വാകർഷണ സ്ലിംഗ് ഷോട്ട് ഉണ്ട്. സമയക്രമവും കോണുകളും ശരിയാണെങ്കിൽ ആൻഡ്രോമിഡയും ക്ഷീരപഥവും തമ്മിലുള്ള കൂട്ടിയിടി M33യെ പ്രാദേശിക ഗ്രൂപ്പിൽ നിന്നും പരിപൂർണമായും പുറത്താക്കുകയും ഒരുപാട് ആഴത്തിലുള്ള ഇന്റർ ഗാലക്റ്റിക് പ്രദേശത്തേക്ക് അയക്കുകയും ചെയ്യും. പരസ്പരമുള്ള ഇടപെടലുകൾ നൽകുന്ന വേലിയേറ്റ നെഡ്ജുകളും പുതിയ വാതകങ്ങളും ഇല്ലാതെ M33 നക്ഷത്ര ഫാക്ടറികൾക്കൊടുവിൽ ഇന്ധനം പരിപൂർണമായും തീർന്നുപോകും. അതിൻ്റെ തിളക്കമുള്ള ദ്വീപനക്ഷത്രങ്ങൾ പ്രായമാവുകയും മങ്ങുകയും തണുക്കുകയും മങ്ങിയതുമായ ജനസംഖ്യയാൽ മാറ്റിസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ആ കാലങ്ങളിലേക്കെല്ലാം കടക്കുമ്പോഴേക്കും ഗാലക്സി പതിയെ പതിയെ അതിൻ്റെ തിളക്കം തന്നെ നഷ്ടപ്പെടുത്തും. അത് അപ്രത്യക്ഷമാകില്ല, പക്ഷേ അത് നിശബ്ദമായി വളരും. അതിൻ്റെ സർപ്പിള ഭുജങ്ങൾ വ്യക്തമാകില്ല. ഏറ്റവും ശക്തമായ ദൂരദർശിനികൾക്ക് മാത്രം അത് കണ്ടെത്താൻ കഴിയുന്ന അത്രത്തോളം പ്രകാശം വന്നു. ഇതെല്ലാം ഇത്ര ആകർഷകരമാക്കുന്നത് M33യുടെ വിധിയെ മാത്രമല്ല, ഗാലക്സി പരിണാമത്തെക്കുറിച്ചുള്ള അതിൻ്റെ കഥ നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ചരിത്രത്തിലെ അടുത്ത വലിയ അധ്യായം ആരംഭിക്കുന്നത് മുൻപതിൻ്റെ ഘടന പഠിക്കുന്നതിലൂടെ താരതമ്യേന തടസ്സമില്ലാത്ത അവസ്ഥയിലേക്കുള്ള ഒരു സർപ്പിള ഗാലക്സിയുടെ അപൂർവ സ്നാപ്ഷോട്ട് നമുക്ക് ലഭിക്കും. കൂട്ടിയിടികൾ, ലയനങ്ങൾ, പരിസ്ഥിതി എന്നിവ കോടിക്കണക്കിന് വർഷങ്ങളായി ഗാലക്സികളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് M33യെ വിലമതിക്കാനാകാത്ത ഒരു റഫറൻസ് പോയിന്റാക്കി മാറ്റുന്നു. ഒരു പ്രധാന പരിവർത്തനത്തിന് മുൻപ് ഒരു തിരക്കേറിയ നഗരത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത് പോലെയാണിത്. ഭൂപ്രകൃതി എന്നേക്കുമായി മാറുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ചിത്രം വിലമതിക്കാനാകാത്തതായിരിക്കും. ആൻഡ്രോമിഡ അത് കീറി മുറിച്ചു കളഞ്ഞാലും ദീർഘകാല കൂട്ടാളികളായി പകർത്തിയെടുത്താലും ഗാലക്സികൾക്കിടയിലുള്ള മരുഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ടാലും അതിനുള്ളിലെ നക്ഷത്രങ്ങൾക്കും വീണ്ടും സമയമുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയപരിധിയിൽ പോലും അതിൻ്റെ സർപ്പിള കൈകൾ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം മാറ്റപ്പെടുന്നതിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ M33ക്കുള്ളിൽ വസിക്കുന്ന ഏതൊരു കഥയ്ക്കും ചില നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആകാശത്തിന് കീഴിൽ തടസ്സമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുവാൻ ഇപ്പോഴും ഇടമുണ്ട്. പ്രാദേശിക ഗ്രൂപ്പിലെ ഏറ്റവും മനോഹരമായ നക്ഷത്ര രൂപീകരണ മേഖലകളിൽ മനസ്സ് അലിഞ്ഞു തിരിയുവാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആ 40 ബില്യൺ നക്ഷത്രങ്ങളിൽ എവിടെയെങ്കിലും ജീവനുള്ള ഗ്രഹമുണ്ടെങ്കിൽ, ഒരുപക്ഷെ സ്വന്തം ശാസ്ത്രങ്ങളും കലകളും ചരിത്രങ്ങളും എല്ലാമുള്ള നാഗരികതകൾ പോലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ രാത്രി ആകാശം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാൽ രൂപപ്പെട്ടിട്ടുണ്ടാകണം. നമ്മുടെ ക്ഷീരപഥത്തെ ഒരു തിളങ്ങുന്ന റിബണായി അവർ കണ്ടേക്കാം. ആൻഡ്രോമിഡ നമ്മൾ ഇപ്പോഴത്തെയേക്കാൾ വലുതും തിളക്കമുള്ളതുമായി കാണപ്പെടും. അവരുടെ സ്വന്തം ഗാലക്സി ഇപ്പോഴും ഹൃദയത്തിൽ ചെറുപ്പമായ ഒരു ഊർജ്ജസ്വലമായ വീടായി തന്നെ അവർ കരുതും. ഭീമന്മാർ തമ്മിലുള്ള ഈ സ്ലോ മോഷൻ നൃത്തത്തിൻ്റെ ഭാഗമാണ് തങ്ങളെന്ന് അവരറിയുമോ? ആൻഡ്രോമിഡയുമായി ബന്ധിപ്പിക്കുന്ന അദൃശ്യ ഹൈഡ്രജൻ പാലം
അവർ ഇതിനോടകം മാപ്പ് ചെയ്തിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ സ്വന്തം രൂപകൽപ്പനയിലുള്ള ദൂരദർശിനികളിലൂടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ? നമ്മുടെ ഗാലക്സിയിലെ ഏതെങ്കിലും ചെറിയ പ്രകാശബിന്ദുവിൽ ആരെങ്കിലും ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ? ഇതാണ് ജ്യോതിശാസ്ത്രത്തിന്റെ നിശബ്ദമായ സൗന്ദര്യം. അത് നമ്മെ വിദൂര സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല, വിദൂര വീക്ഷണ കോണുകളുടെ സാധ്യതകളിലേക്കും ബന്ധിപ്പിക്കുന്നു. അതിൻ്റെ നഷ്ടപ്പെട്ട ഹൃദയവും അസ്വസ്ഥമായ ഭാവിയുമുള്ള M33 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രപഞ്ചം ഒരൊറ്റ ബ്ലൂ പ്രിന്റ് പിന്തുടരുകയല്ല എന്നാണ്. ചില ഗാലക്സികൾ ഭീമാകാരമായ നങ്കൂരമിട്ട് വളരുന്നു. ട്രയാങ്കുലം പോലുള്ള മറ്റുള്ളവ അവയില്ലാതെ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി തോന്നുന്നു. ഒരുപക്ഷെ അത് നൽകുന്ന പാഠം അതായിരിക്കാം. പ്രകാശിക്കാൻ ഒരൊറ്റ വഴിയുമില്ല. ആകാശത്തിനടിയിൽ ഒരു ഗാലക്സിയോ നാഗരികതയോ എന്തായിരിക്കണമെന്ന് ഒരു നിശ്ചിത നിയമവുമില്ല. നേരിട്ട് പറഞ്ഞാൽ M33യുടെ വെളിച്ചം ഇപ്പോഴും നമ്മിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗാലക്സിയുടെ കഥ മാത്രമല്ല ഇത്. കോടിക്കണക്കിന് മറ്റുള്ളവരിൽ നമ്മുടെ സ്ഥാനം സങ്കല്പിക്കുന്നതിനുള്ള ക്ഷണവും വഹിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.